ഓക്കെ. അപ്പോ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അല്ലെ അപാരമായ കാരുണ്യം കൊണ്ട് ഫദ്ല് കൊണ്ട് നമ്മൾ സെം 1 പൂർത്തിയാക്കി. അൽഹംദുലില്ലാ, ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴിയുടെ സെം 2 നമ്മൾ ആരംഭിക്കുകയാണ് ബിഇദ്നില്ലാ. അൽഹംദുലില്ലാ, നമ്മള് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, പരീക്ഷ എഴുതിയവർക്കൊക്കെ നമ്മുടെ അഭിനന്ദനങ്ങൾ. അൽഹംദുലില്ലാ, പരീക്ഷ എഴുതാത്തവർക്കും പഠിക്കുന്നവരുണ്ടാവും, അവരും വിഷമിക്കേണ്ട, നിങ്ങളും പഠിച്ചോളുക. എന്തായാലും പഠനം മുടക്കി കളയരുത്. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. ഇത് പരിപൂർണമായി പഠിച്ച് പൂർത്തിയാക്കി നന്നായിട്ട് ഖുർആൻ വായിക്കുമ്പോൾ ഓതുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മള് സെം 1 പഠിച്ച് പൂർത്തിയാക്കിയ കുറച്ച് കാര്യങ്ങൾ ബേസ് പറഞ്ഞിട്ട് പോവാം അല്ലെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ അറബിക് പദങ്ങളെ 3 ആക്കി ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? 1 നാമം, 2 അവ്യയം, 3 ക്രിയ അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു നാമം എന്ന് പറഞ്ഞാൽ അറിയാം, സാധനങ്ങള്, സ്ഥലം, പേര്, വസ്തുക്കള്, പേരുകൾ അല്ലെ, നാമത്തെ സൂചിപ്പിക്കുന്ന വാക്ക്, അതൊരു ആശയമായാലും ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നവയാണ് നമ്മൾ നാമം എന്ന് പറഞ്ഞത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് അറബി ഭാഷയെ നിയന്ത്രിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണവ? ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു അല്ലെ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സർവനാമങ്ങൾ. ഒപ്പം നമ്മൾ ഹിയയും കൂടെ പഠിച്ചു അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നാമത്തെ, അതേപ്പോ നാമം ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, റബ്ബ് എന്നെടുത്താല് ആ നാമത്തോടൊപ്പം ഈ സർവനാമങ്ങളെ എങ്ങനെ ആഡാക്കി പറയും അല്ലെ. അവന്റെ റബ്ബ്, അവരുടെ റബ്ബ് നമ്മൾ എങ്ങനെ പറയും? ഹുവാഹും അൻത അൻതും അനാ നഹ്നു ആഡ് ചെയ്യുമ്പോ റബ്ബുഹു റബ്ബുഹും. ബാക്കി സുമരിയ എന്ന് പറഞ്ഞേ. സുമരിയ. റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബന. റബ്ബുന റബ്ബുഹ അല്ലെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ നാമങ്ങളോടൊപ്പം നമ്മൾ അത് പഠിച്ചു അല്ലെ. അത് ഒത്തിരി പ്രാക്ടീസ് നമ്മൾ ചെയ്തു. അൽഹംദുലില്ലാ. അടുത്തത് അവ്യയങ്ങൾ അല്ലെ. ബി, ഫി, എന്തൊക്കെയുണ്ട്? ഷക്കിയ ഉണ്ടോ? നജാത്ത് ഒന്ന് പറഞ്ഞേ, അവ്യയങ്ങൾ ഏതൊക്കെയുണ്ട് നമ്മൾ പഠിച്ചത്? ഫി, ബി, അല, ഇല, മഅ, അൻഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അൻ അല്ലെ. അപ്പൊ നമ്മൾ ബി വെച്ചിട്ടാണെങ്കിൽ ബി പ്ലസ് ഹുവാഹും അൻതും എങ്ങനെ പറയും? ബിഹി ബിഹിം, ബിക ബിക്കും. ബാക്കി ആർക്ക് പറയാം? ബിഹ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് അല്ലെ. അപ്പൊ അവ്യയത്തോടൊപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയല്ല, അതുപോലെ പറഞ്ഞിട്ടുള്ളവയെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ പോയത് ക്രിയകളിലേക്കാണ് അല്ലെ. ക്രിയ എന്താണ്? ക്രിയ മീൻസ് കാലവുമായി ബന്ധപ്പെട്ട അല്ലെ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാലവുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് വെർബ്. എന്താണ് ക്രിയ? എങ്ങനെ ഇരിക്കും? അതായത് അത് ഒന്നുകിൽ നടന്നു കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നടക്കാനുള്ളതായിരിക്കും. അപ്പൊ അറബിയിൽ എങ്ങനെയാണ്? നടന്നതിന് ഒരു പൂർണ്ണക്രിയക്ക് നമ്മളൊരു വാക്ക് പറയും അല്ലെ. അപൂർണ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതിനും ഒറ്റ വാക്കാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു ഫതഹ പഠിച്ചു അല്ലെ. ഫതഹ, അവൻ തുറന്നു അല്ലെ. ഒരു വെർബാണ് ഫതഹ, അവൻ തുറന്നു. അപ്പൊ അതിനോടൊപ്പം അപ്പൊ ഈ ഹുവാഹും അൻത അൻതും അനാ നഹ്നു എങ്ങനെ നമുക്ക് വെയിൽ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പിന്നെ നോക്കിയത്. ഫതഹ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് കൈ വലത്തേക്ക് ചൂണ്ടി, TPI വിത്ത് TPI ആണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലെ. TPI ഉപയോഗിച്ച് വേണം പറയേണ്ടത്. ഫതഹ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലതുവശത്തേക്ക് ഒരു കൈ ഒരു വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ഫതഹ, അവൻ തുറന്നു. ഫതഹൂ അല്ലെ, അവർ തുറന്നു.
ബാക്കി എങ്ങനെ പറയും? ആർക്ക് പറയാം? ബബിത. ഫതഹ ഫതഹു, فتح فتحوا فتحت فتحتم فتحتوا فتحنا മാഷാ അല്ലാ. പിന്നെ അടുത്ത അബൂബക്കർ നമ്മൾ എങ്ങനെ പറഞ്ഞു? فتحنا ينفع ينفع യഫ്തഹു, ഫതഹാണ്. യഫ്തഹു, تنفع تنفعون أنفع ننفع ബബിത ഫതഹാണ് വെർബ പറഞ്ഞത്. sorry യഫ്തഹു, യഫ്തഹൂന, يفتحون تفتحوا കട്ടായി പോയി, കേൾക്കുന്നില്ല. تفتحوا تفتحون أفتحوا نفتحوا പിന്നെ കൽപ്പന എങ്ങനെ ഇരിക്കും? യാത്രയിലാണ് ടീച്ചർ. ഓ അതാണ് ബുദ്ധിമുട്ടായല്ലേ. أفتحوا نفتحوا ഓക്കെ. അപ്പൊ ബാക്കി ആർക്ക് പറയാം? افتحوا യാത്ര ഏതാണ് കർത്താവ് പോകുന്നത്? ഫാത്തിഹൻ കർത്താവ് കർമ്മം ക്രിയാതാവ് എങ്ങനെ പറയും? ഫാത്തിഹൻ ഫതഹൻ. അപ്പൊ അടുത്തത് പിന്നെ ഷബാന ഉണ്ടോ? ഷബാന. ഓക്കെ. ജഅലയുടെ എന്താണ്? ജഅല, യജ്അലു, ഇജ്അൽ, ജാഇലു, മജ്ഊൽ. അതുപോലെ ഫഅല എന്ന് പറഞ്ഞു ഷബാന. ഫഅല ഫഅല ഫാഇലുൻ മഫ്ഊലുൻ ഫാഇലുൻ. ഫഅലയുടെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ എപ്പോഴും അപൂർണ ക്രിയയും കൂടെ ചേർത്ത് പറഞ്ഞു. ഫഅല യഫ്അലു. ഓക്കെ. ഫഅല യഫ്അലു, ഇഫ്അൽ, ഫാഇലുൻ, മഫ്ഊലുൻ, ഫിഅലുൻ. അടുത്ത ബഅസ. ബഅസ എങ്ങനെയാണ്? അപൂർണ ക്രിയാകുമ്പോൾ യബ്അസു അല്ലേ? ബഅസ നിയോഗിച്ചു. അടുത്തത് യബ്അസു. എന്നിട്ടോ ഇബ്അസ്. എന്നിട്ടോ ബാഇസുൻ, മബ്ഊസുൻ, ബഅസുൻ. ഇവിടുത്തെ സുമരി എന്ന് പറഞ്ഞു. صنع صنع صانع صنع ينسع انسع صنع صنع يصنع يصنع صانع مصنوع صنع. അടുത്ത ഷഫഅ എന്നൂടെ പറഞ്ഞേ സുമരിയ. ഷഫഅ ഏതൊക്കെ പറയണ്ട? പൂർണ്ണക്രിയ, അപൂർണക്രിയ? അപൂർണക്രിയ, കൽപ്പന, പിന്നെ കർത്താവ് കർമ്മം ക്രിയാധാതു. ഷഫഅ യശ്ഫഉ ഷാഫിഉൻ മർഫൂൻ ഷഫാഅത്തുൻ. കൽപ്പന ക്രിയ എങ്ങനെ ഇരിക്കും? ഓക്കെ. അടുത്ത സബ പറഞ്ഞ റഫഅ. ഞാനാ റഫഅ യർഫഉ റാഫിഉൻ റാഫിഉൻ മർഫൂൻ ഇർഫഅ അല്ല റഫഅ യർഫഉ ഇർഫഅ റാഫിഉൻ മർഫൂൻ റഫഅൻ. റഫഅൻ. മാഷാഅല്ലാ മാഷാഅല്ലാ ജസാക്കുമുല്ലാഹു ഖൈറ. മനഅ പറഞ്ഞ ഷബാന ഒന്നുകൂടെ. മനഅ മനഅ യംനഉ ഇംന മാനുൻ മംനൂൻ മൻഉൻ. മാഷാഅല്ലാ. ദഹബ സുമരിയ. ദഹബ ذهب يذهب يذهب ذاهب مذهوب ذهاب. മാഷാഅല്ലാ. നജാത്ത് പറയാൻ പറ്റുമോ? നജാത്ത് ഉണ്ടോ? നജാത്ത്. ജമഅ പറയൂ. ജമഅ ജമഅ യജ്മഉ ഇജ്മാഉ ജാമിഉൻ മജ്മുഉൻ ജമഉൻ. ജമഉൻ. മാഷാഅല്ലാ. അടുത്ത ദഹബ. ദഹബ പറഞ്ഞല്ലേ. അടുത്തത് നഫഅ. നഫഅ പറഞ്ഞേ നജാത്ത്. നഫഅ യൻഫഉ ഇൻഫഉ നാഫിഉൻ മൻഫൂഉൻ നഫ്ഉൻ. നഫ്ഉൻ. മാഷാഅല്ലാ. ലഅന. ഞാനൊന്ന് പറഞ്ഞു നോക്കിയല്ലോ. ആരാ ഇപ്പൊ പറഞ്ഞത്? ആരാണ്? പേര് പറയൂ. ലഅന യൽനഉ ബബിത. നിങ്ങൾ യാത്രയിലാണ് വിളിക്കാത്ത. ഞാൻ ബബിതയാണ്. ബബിത നേരത്തെ ബ്രേക്ക് ആയിപ്പോ ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ യാത്രയില്ല, അതുകൊണ്ടാണ് പിന്നെ വിളിക്കാത്തത്. ഓക്കെ. അതായത് ഒരു ആഗ്രഹം. ലഅന പറഞ്ഞോളൂ. ലഅന ലഅന യൽനഉ ഇൽനഉ ലാനിഉൻ മൽനൂഉൻ ലാഇനുൻ. ലഅന യൽഅനു ഇൽഅൻ ലാഇനുൻ മൽഊനുൻ ലഅനുൻ. കേൾക്കുന്നില്ലേ? മാഷാഅല്ലാ. കേൾക്കുന്നു. ഓക്കെ. കേൾക്കുന്നില്ലേ?
കേൾക്കുന്നു. കഴിഞ്ഞു കേട്ടോ. അപ്പോഴേ ഇനി ഫതഹ, അപ്പൊ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഫതഹയുടെ അതേ പാറ്റേൺ വരുന്ന ക്രിയകളാണ് ഇവയൊക്കെ. എങ്ങനെ? ഫതഹ, ജഅല, ഫഅല, ബഅസ, സ്വനഅ, ശഫഅ, റഫഅ, മനഅ, ദഹബ, ജമഅ, ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ച ആ ഫതഹയുടെ അതേ പാറ്റേൺ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ഒരു ടീമാണ്. അത് ളറബ യദ്രിബു കേട്ടോ. നമ്മൾ പഠിക്കുന്ന ളറബ യദ്രിബു രണ്ടാമത്തെ പാറ്റേൺ ആണ്. ഇത് A3 എന്നാ കൊടുത്തിരിക്കുന്നത്, 2 ആണ് കേട്ടോ. രണ്ടാമത്തെ വെർബാണ്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സൂറയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ സൂറത്ത് ഹുമസയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. എല്ലാവരും കാണുന്നുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമ്മള് പുതിയ സൂറയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ദയവായി ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സൂറ അന്നന്ന് പഠിക്കുന്ന സൂറകൾ കാണാതെ പഠിക്കുക. അപ്പൊ വേർഡ്സുകൾ വൊക്കാബ്സ് ധാരാളം നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും, അർത്ഥവും നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدد يحسب أن ماله أخلده. അപ്പൊ നോക്കാം എന്താണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈലുൻ എന്താണ്? നാശം. വൈലുൻ നാശം. ലികുല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. കുല്ലി എന്ന് പറഞ്ഞാൽ എല്ലാം ഓരോന്നാണ്. അപ്പൊ ലി ചേരുമ്പോ ലി കുല്ലി എല്ലാവർക്കും എന്താണ്? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ആർക്കാണ്? കുത്തുവാക്ക് പറയുന്ന അവഹേളിക്കുന്നവനുമായ എല്ലാവർക്കും എന്താണ്? നാശം. നോക്കിയേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എന്താ അതിന്റെ പ്രത്യേകത? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അപ്പൊ അല്ലദീ എല്ലാവർക്കും അറിയാലേ അർത്ഥം. അല്ലദീ യാതൊരുവൻ, ജമഅ ശേഖരിച്ചു. ജമഅ നമ്മൾ പഠിച്ചിട്ടില്ലേ? ജമഅ ഓർമ്മയുണ്ടോ? യെസ് മാം. പഠിച്ചിട്ടുണ്ട് അല്ലെ? അല്ലദീ യാതൊരുവൻ, ജമഅ ശേഖരിച്ചു, മാലൻ മാല് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള വേർഡുകളാണ് അല്ലെ? മാല് സമ്പത്ത് അല്ലെ? ധനം. മാലം വഅദ്ദദ. അദദ് എന്ന് പറഞ്ഞ എണ്ണം. വഅദ്ദദ അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അവന്റെ പ്രത്യേകം എന്താണ്? ഈ കുത്തുവാക്ക് പറയുന്നതും അവഹേളിക്കുന്നതുമായ എല്ലാവർക്കും അള്ളാഹു നാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്താണ്? അവരുടെ മറ്റൊരു കാര്യം, അല്ലദീ അവൻ ധനം ശേഖരിച്ച് അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ യഹ്സബു അവൻ കരുതുന്നു. അന്ന മാലഹു, അന്ന നിശ്ചയം അല്ലെ? മാലഹു അവന്റെ സമ്പത്ത്. മാല നമ്മൾ പഠിച്ചു. മാലഹു അവന്റെ സമ്പത്ത്. അന്ന മാലഹു നിശ്ചയം അവന്റെ സമ്പത്ത്. അഖ്ലദ എന്താണ്? ശാശ്വതം അല്ലെ? അവനെ ശാശ്വതനാക്കി എന്ന്. അഖ്ലദഹു അവനെ ശാശ്വതനാക്കി എന്ന്. ഓക്കെ, അഖ്ലദ ശാശ്വതനാണെന്നാണ്. പക്ഷെ അഖ്ലദഹു അവനെ ശാശ്വതനാക്കി എന്ന് അവൻ കരുതുന്നു. ഓക്കെ, അഷ്ഹദു അല്ലാ ഇലാഹ. ഉണ്ടോ? അന്റെ പ്രത്യേകതയാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം കൂടെ കൊടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ്? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എന്താ അർത്ഥം? വൈലറിയാം, നാശം. 40 തവണ ഖുർആൻ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ലി കുല്ലി, കുല്ലുൻ എന്നുള്ള വാക്കാണ് അത് ലി ചേർത്ത് ലി കുല്ലി ആയത് കേട്ടോ. അപ്പൊ 342 തവണ വന്നിട്ടുണ്ട്. ലി കുല്ലി എല്ലാവർക്കും. ഓക്കെ, ആർക്കാണ് ഈ എല്ലാവരും? ഹുമസത്തിൽ ലുമസ. അപ്പൊ ആളുകളെ കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുന്നവനുമായ എല്ലാവർക്കും നാശം. നോക്കിയ വേർഡ്സ് ഹുമസത്തിൽ ലുമസ. അപ്പൊ ആധിക്യത്തിനെയാണ് ഹുമസത്തിൽ ലുമസ ഇത് കാണിക്കുന്നത് കേട്ടോ. ആ അവഹേളിക്കുന്നവരും കുത്തി പറയുന്ന ആ വിഷയത്തിന്റെ ആധിക്യത്തെ പറ്റിയാണ് കാണിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും നാശം. അവന്റെ എന്താണ്? അവന്റെ ഒരു പ്രത്യേകത എന്താണ്? അവൻ യാതൊരുവൻ, അല്ലദീ ഒരുവൻ, ജമഅ കൂട്ടിവെച്ചു അല്ലെ? ശേഖരിച്ചു. എന്ത്? മാലറിയാം, സമ്പത്ത്. വഅദ്ദദ എന്നിട്ടോ അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്തു. അവൻ എണ്ണിക്കൊണ്ടേയിരിക്കും അല്ലെ? ചെലവാക്കാതെ കൂട്ടി അതിനെ എണ്ണിക്കൊണ്ടേയിരിക്കും. ജമഅ ഒരുമിച്ച് കൂട്ടി, അദ്ദദ എണ്ണി കണക്കാക്കി. അദ്ദദഹു അവൻ അല്ലെ? അവൻ അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്തു. അതിനെ
അവൻ എണ്ണി കണക്കാക്കുകയും ചെയ്തു. അതിനെ അദദഹു കേട്ടോ. എന്നിട്ടോ യഹ്സബു അവൻ കരുതുന്നു കേട്ടോ. യഹ്സബു അത് കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, ഒരു പ്രസന്റ് ടെൻസ്, ഒരു എന്താണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അവൻ കരുതുന്നു കേട്ടോ. യഹ്സബു യഹ്സബു അന്നമാലഹു. എന്താണ് അന്നമാലഹു? നിശ്ചയം അവന്റെ സമ്പത്ത് എന്താക്കുമെന്ന്. അഹ്ലദ അഹ്ലദ ാണ്. അപ്പൊ നമ്മൾ നിർത്തുമ്പോ അഹ്ലദ മുഴക്കത്തോടു കൂടി സുക്കൂനോട് കൂടി നിർത്തണം. അഹ്ലദ അവനെ ശാശ്വതനാക്കി എന്ന്. ഓക്കെ, നമുക്ക് ഇതിൽ ഇന്ന് പഠിക്കേണ്ട വെർബും കൂടെ പഠിച്ചിട്ട് ഇതൊന്നും കൂടെ പറയിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു പാറ്റേണിലാണ് പോകുന്നത്. നമ്മൾ ഫതഹ യഫ്തഹു പഠിച്ചു അല്ലെ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ദറബ യദ്രിബു കണ്ടോ. ദറബ യദ്രിബു. ദറബ നമ്മൾ കണ്ടു ദറബ. പക്ഷെ അതിന്റെ അപൂർണക്രിയ എങ്ങനെ ഇരിക്കുന്നു? യദ്രിബു കണ്ടോ. ഇവിടെയാണ് മാറ്റം വരുന്നത്. അപ്പം ഫതഹ യഫ്തഹു കണ്ടോ. അവിടെ എന്താണ് യഫ്ത, ഫതഹ് വന്നല്ലേ യഫ്ത. ഇവിടെയോ യദ്രിബു, റോയ്ക്ക് കസ്ർ വന്നു കേട്ടോ. ഇതാണ് പ്രത്യേകത, ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ അടുത്ത ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ പോവുകയാണ്. ഫതഹ കഴിഞ്ഞു, നെക്സ്റ്റ് ദറബ ഗ്രൂപ്പാണ്. ദറബ ദറബു. നമ്മൾ വലത് വശത്തേക്ക് ഒരു കൈ ആദ്യം ഒരു വിരൽ ചൂണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ദറബ എന്താണ്? അവൻ അടിച്ചു. ദറബൂ അവർ അടിച്ചു. ദറബ്ത നീ അടിച്ചു. ദറബ്തും നിങ്ങൾ അടിച്ചു. ദറബ്തു ഞാൻ അടിച്ചു. ദറബ്നാ ഞങ്ങൾ അടിച്ചു, അല്ലെങ്കിൽ നാം അടിച്ചു അല്ലെ. എന്നിട്ടോ എദ്രിബു വലതുവശത്തേക്ക് മുകളിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു എദ്രിബു കണ്ടോ. ശ്രദ്ധിച്ചു എല്ലാവരും. ദറബ യദ്രിബു. രണ്ടാമത്തെ പാറ്റേണിലെ വ്യത്യാസം ഇതാണ്. ദറബ അടുത്തത് യദ്രിബു ആണ്. യദ്രിബു യദ്രിബൂന തദ്രിബു തദ്രിബൂന അദ്രിബു നദ്രിബു. ഓക്കെ, പിന്നെ എന്താണ് കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? യദ്രിബ് നീ അടിക്കൂ. യദ്രിബ് യദ്രിബൂ നിങ്ങൾ അടിക്കൂ. ലാ തദ്രിബ് നീ അടിക്കരുത്. ലാ തദ്രിബൂ നിങ്ങൾ അടിക്കരുത്. ദ്വാരിബുൻ കർത്താവ് കർമ്മം ക്രിയാതാവുന്നു. ദ്വാരിബുൻ മദ്റൂബുൻ ദ്വർബുൻ. സ്ത്രീലിംഗം എങ്ങനെയായിരിക്കും? ഹിയ ദ്വറബത് ഹിയ തദ്രിബു. അപ്പൊ ഇത് ഒരാളൊന്ന് പറയണം. സുമരിയ ആദ്യം ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആയോ? ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് പിടി കിട്ടിയോ? നമ്മള് ഫതഹു യഫ്തഹു ആണ്. ആ ഫാമിലിയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ കണ്ടു. ഫതഹ, പിന്നെന്താണ് ജഅല, പിന്നെ ജമഅ, നഫഅ അല്ലെ, ബഅസ, അങ്ങനെ വരുന്ന അതേ വേർഡുകൾ നമ്മൾ അത് മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഫാമിലി ദറബ യദ്രിബു. അപ്പൊ ദറബ ദറബു എന്ന് പറഞ്ഞേ, നോക്കി പറഞ്ഞേ സുമരിയ. ضرب ضربوا ضربت ضربتم ضربتوا ضربنا ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത പാറ്റേൺ ആണ് യദ്രിബു. ഓക്കെ, يضرب يضربون تضرب تضربون أضرب نضرب. മാഷാ അല്ലാഹ്. ഇനി കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ഇതേ നമ്മൾ അപൂർണക്രിയയിലേക്ക് നോക്കിയ യദ്രിബു. അപ്പൊ അതേപോലെ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് നമ്മൾ ഈ വെച്ച് കൊടുക്കുക. യദ്രിബ് കണ്ടോ, യദ്രിബ്. അപ്പൊ ഈ അപൂർണക്രിയ നോക്കിയിട്ടാണ് നമ്മൾ ഈ എന്താണ് ഫാമിലിയെ തിരിച്ചറിയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എത്ര ഒരു കസ്ര വരുന്നേന്നുള്ളൂ. അതാണ് പ്രത്യേകത. യെസ്, ദറബ യദ്രിബു. അപ്പം കൽപ്പനക്രിയ ഈ അപൂർണക്രിയ വെച്ചിട്ടാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത് അല്ലെ. യദ്രിബ്. സുമരിയ ബാക്കി പറഞ്ഞേ. യദ്രിബ് സുമരിയ കേൾക്കുന്നോ? اضرب اضربوا لا تضرب لا تضربوا ضارب مضروب ضرب هي വെച്ചിട്ടാകുമ്പോ ضربت تضرب هي تضرب. മാഷാ അല്ലാഹ്. ഷബാന ഒന്ന് പറഞ്ഞേ. ضرب ضربوا ضربت ضربتم ضربتوا ضربنا يضرب يضربون تضرب تضربون أضرب نضرب اضرب اضربوا لا تضرب لا تضربوا ضارب مضروب ضرب ضربت تضرب ഹിയ തദ്രിബ്. ഹിയ ضربت ഹിയ തദ്രിബ്. സ്ത്രീലിംഗം പറയുമ്പോൾ നമ്മൾ ഒന്നും പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹിയ കൂടെ ചേർക്കുന്നത്. ഓക്കെ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ദറബ ക്ലിയർ ആയി. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ വേറെ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാൻ താല്പര്യമുള്ളവർക്ക് വരാം. അത് ഷബാന ആരെങ്കിലും മ്യൂട്ട് മാറ്റി കൊടുക്കണം അല്ലേ അവർക്ക്? ആരെങ്കിലും പറയുന്നുണ്ടോ?
മ്യൂട്ട് ضرب മാറ്റിയിട്ടുണ്ട്. ضرب ضربت ആ ضربتم ആ ضربت ضربنا يضرب യദ്രിബു ضاد സുക്കൂനാണ് യദ്രിബു യദ്രിബു യദ്രിബൂന പറഞ്ഞോളി തദ്രിബു കേട്ടൂടാ പറയുന്നോ ضرب പറയാണോ ضرب ആ ضربت ضربتم ആ ضربتم പറഞ്ഞോളി ضربنا ആ يضرب യദ്രിബു يضربون യദ്രിബൂന തദ്രിബു تضرب തദ്രിബൂന تضربون أضرب ضرب അദ്രിബു നദ്രിബു ഓക്കെ نضرب നെക്സ്റ്റ് കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും ഇദ്രിബ് يضرب ആ يضرب ആ يضربوا ആ لا ലാ تضرب തദ്രിബ് لا تضرب لا തദ്രിബു تضربوا ആ ضارب 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 مضروب مضروب ضرب ضرب ما شاء الله ആ സ്ത്രീലിംഗം هي ضربت هي هي ضربت ضربت هي هي تضرب തദ്രിബ് ما شاء الله അൽഹംദുലില്ലാ ഇനി ആരെങ്കിലും ഉണ്ടോ ഒരാൾ ഇവിടെ പറയും ക്ലാസ്സിൽ എത്ര പേരുണ്ട് നമുക്കിപ്പോ ഞാൻ പറയാം ടീച്ചർ. ضرب ضربوا ആ ضرب ضربوا ضربت ضربتم ആ ضربت ضربنا ആ يضرب يضربون تضرب تضربون أضرب نضرب അദ്രിബ് നദ്രിബ് ما شاء الله ആ يضرب കൽപ്പനക്രിയ ആ يضرب يضربوا لا ആ تضرب لا تضربوا ആ ضارب ആ مضروب ആ ضرب هي ضرب تضرب هي هي تضربت ضربت هي هي تضرب തദ്രിബ് തദ്രിബ് ദ്വാദ് ശ്രദ്ധിക്കണേ എല്ലാവരും ആ ആ ഒരു ഹെവി ലെറ്റർ ആണ് നാവ് നല്ല നീളത്തില് ഹെവി ആയിട്ടുള്ള അക്ഷരമാണ് ദ്വാദ് ആ ضرب ضربوا അല്ലെ യദ്രിബു യദ്രിബൂന ആ നമ്മൾ വല്ല വാലിൻ പറയില്ല ആ ഹെവിനെസ് അതുപോലെ ആ ദ്വാദിന് കൊടുക്കണേ ഇൻഷാ അല്ലാഹ് ഓക്കെ ആ ضرب ضربوا ضربت ഉം, ضربتم ضربت ضربنا ആ يضرب يضربون نضرب യദ്രിബു يضربون ആ أضرب نضرب ആ يضرب يضربوا لا تضرب لا تضربوا ആ ضارب مضروب ضربت هي ആ تضرب തദ്രിബ് മാഷാഅല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറ അതേ പാറ്റേണിൽ വരുന്ന അടുത്തൊരു ക്രിയയാണ് വലമ ഓക്കെ വലമ അക്രമം പ്രവർത്തിച്ചു ലൊറബ എന്താണ് അടിച്ചു ഈ വേർഡ് നമ്മൾ ഇനി മറക്കൂല അല്ലെ ലൊറബ അടിച്ചു ഇനി അടുത്ത ഇതേ വരുന്ന മറ്റൊരു ക്രിയയാണ് വലമ അക്രമം ചെയ്തു അല്ലെ അക്രമം പ്രവർത്തിച്ചു വലമ എല്ലാവർക്കും അറിയാം കേട്ടോ പല വാലിമി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ആയത്തിൽ ഒരുപാട് നമ്മൾ ഓതാറുള്ള വാക്കാണ് വലമ വലമ നമുക്ക് നോക്കാം എങ്ങനെ പറയും വലമ വലമു എല്ലാരും ഒപ്പം പറയണേ മ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞോളി വലമ വലമു വലംതു വലംന അടുത്ത അപൂർണക്രിയ എങ്ങനെ പറയും യൗലിമു ഉണ്ടോ യൗലിമു ശ്രദ്ധിക്കണേ യൗലിമു യൗലിമൂന തസ്ലിമു തസ്ലിമൂന ഔലിമു നൗലിമു ഓക്കെ വിത്ത് ചീപ്പേ ആണേ കൈകാട്ടി പറയണേ ഇനി എങ്ങനെ ഇത് കൽപ്പനക്രിയ എങ്ങനെ പറയും യൗലിമു യൗലിമു ലാ തൗലിം ലാ തൗലിമു പിന്നെ അപ്പൊ കർത്താവ് കർമ്മ ക്രിയാതെ എങ്ങനെ ഇരിക്കും വാലിമുൻ കണ്ടോ ആക്രമിക്കുന്നവൻ അല്ലെ അക്രമം ചെയ്യുന്നവൻ വാലിമുൻ മൗലൂമുൻ ആക്രമിക്കപ്പെടുന്നവൻ അല്ലെ ആക്രമിക്കപ്പെടുന്നത് ഉൽമുൻ കണ്ടോ അക്രമം ഓക്കെ കിട്ടിയോ വാക്ക് ഈ വാക്കൊക്കെ നമുക്ക് ഖുറാനില് കിട്ടുന്നതാണ് വാക്കുകൾ അതുകൊണ്ട് നമുക്ക് 21 രൂപം പഠിച്ചാൽ മാത്രം മതി അൽഹംദുലില്ലാ വാലിമുൻ മൗലൂമുൻ ഉൽമുൻ ഇല്ലേ ഇന്ന ഷിർക്കല ഉൽമുൻ അദീം നമ്മൾ പഠിച്ചില്ലേ ഓതിയിട്ടില്ലേ ആ ഉൽമു ഓക്കെ അക്രമം ഹിയ വലമത് സ്ത്രീലിംഗം ഹിയ തദ്ലിമു ഇതാർക്ക് പറയാം വലമ ഞാൻ പറയാം. ظلم ظلموا ظلموا ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون أظلم نظلم മാഷാഅല്ലാഹ് ആ ഇദ്ലിമു ആ لا تظلم لا ആ تظلم ആ ظالم ആ مظلوم ظلم ആ هي ظلمت تظلم ഹിയ തദ്ലിമു മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഈ ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞ പോലെമാ
പുതിയ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാം അല്ലെ, അവർക്കൂടെ അവസരം കൊടുക്കാം. ഞാൻ പറയാം ആരാണ് പേര് പറയൂ? സോണി പറയട്ടെ. ആ അടുത്ത സോണി പറയാം. ഓക്കെ ഓക്കെ. തള്ളിമു തള്ളിമൂന ആ അള്ളിമു ظلمت ഇല്ലിം ظلمت ലാ തള്ളിം ലാ يظلم ലാലിമുൻ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബദ്രത്താണോ പറയുന്നത്? ആ വാലിമുൻ ഹിയ ഹിയ തള്ളിമു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി പിന്നെ ബബിതത്തല്ലല്ലോ, സോണി പറഞ്ഞേ. ദ്വലമ ദ്വലമു ദ്വലംത ദ്വലംതും ദ്വലംതു ദ്വലംന യസ്ലിമു യസ്ലിമൂന തദ്ലിമു തദ്ലിമൂന അസ്ലിമു നദ്ലിമു ഇസ്ലിം ഇസ്ലിമു ലാ തദ്ലിം ലാ തദ്ലിമു ദ്വാലിമുൻ വാലിമുൻ ദ്വാലിമുൻ ദ്വാലിമുൻ മദ്ലൂമുൻ വൽമുൻ ഹിയ ളലമത് ഹിയ തദ്ലിമു. ഇനി ഒരാൾ പറഞ്ഞേ, ഈ പറയാത്ത ഒരാൾ പറഞ്ഞേ, ഇതുവരെ പറയാത്ത. യദ്ലിമു യദ്ലിമൂന തദ്ലിമു തദ്ലിമൂന അസ്ലിമു നസ്ലിമു ഇത്ലിം ഇത്ലിമു ലാ തദ്ലിം ലാ ഞാൻ പറയട്ടെ ടീച്ചറെ? ഞാൻ പറയട്ടെ? ഒരാൾ പറഞ്ഞോണ്ട് നിൽക്കിത്ത, ഒരാളോട് തീർന്നോണ്ട്. തരാം, അവസരം തരാം. തദ്ലിമു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇനി ആരാ? ബബിതത്താണോ? പറയും. ظلم ظلموا ظلمت ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون نظلم نظلم اظلم اظلموا لا تظلم لا تظلموا ظالم مظلوم ظلم هي ظلمت هي تظلم. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ, ബറക്കല്ലാഹു ഫീക്. ഇനി ആരാണ്? ബറക്കല്ലാഹു ഫീക്കും ജമീഅ. ഇനി ആരാണ്? യദ്ലിമു യദ്ലിമൂന തദ്ലിം തദ്ലിമൂന അദ്ലിം തദ്ലിം ഔലിമു നൗലിമു. കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ഇദ്ലിം ഇദ്ലിമു ലാ തദ്ലിം ലാ തദ്ലിമു ളാലിം മദ്ലൂമുൻ ദുൽമുൻ ഹിയ ലലംതു ഹിയ തദ്ലിം. അത് ശ്രദ്ധിക്കണേ. അവൻ പ്രവർത്തിച്ചു അല്ലെ, അവൻ അക്രമം പ്രവർത്തിച്ചു. അപ്പം വലമത്ത് താസുക്കിൻ വെച്ചു കൊടുത്താൽ മതി. വലമത്ത് ഹിയ വലമത്ത് ഹിയ തദ്ലിമു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ, അഹ്സൻതും അഹ്സൻതും. പിന്നെ ഇനി ആരുണ്ട്? ഇതിന് മറ്റേ ക്രിയയായിട്ട് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇപ്പൊ ആദ്യം പറഞ്ഞ വലമയുമായിട്ട്. ലോലമയും നമ്മളിപ്പോ ആദ്യം പഠിച്ച ഏതാണ്? വൊറബ. വൊറബയുടെ ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നതൊക്കെ. ഈ പാറ്റേണിൽ വരുന്നതാണ്, ശ്രദ്ധിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഫതഹ ഗ്രൂപ്പിൽ പെടുന്നതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു സെം 1. ഓക്കെ, സെം 2 നമ്മൾ പുതിയ ഫാമിലിയെ പരിചയപ്പെടുകയാണ്. അത് വൊറബ യദ്രിബു ആണ്. അത് മനസ്സിലായി. അതിന്റെ ആദ്യത്തേന്റെയും രണ്ടാമത്തേന്റെയും ക്രിയാധാതു തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ക്രിയാധാതുവിന് വളരെ വ്യത്യാസം വരാൻ വഴിയില്ല. വരുന്ന വ്യത്യാസം വരുന്നത് നമ്മുടെ എന്താണ് അപൂർണ ക്രിയയും കൽപ്പന ക്രിയയും ശ്രദ്ധിക്കുക. ഇതിന്റെ വാരിബിൻ മളുരൂബിൻ ഇത് വർബുൻ എന്നല്ലേ? മറ്റേതിന് ലോലിമുൻ മൗലുമുൻ ഗുൽമുൻ. അത് ഇങ്ങനെ വേരിയേഷൻ വരും. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. നമ്മൾ ക്രിയാധാതുവിൽ പലപ്പോഴും മാറ്റം വരാറുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാല് അപൂർണ ക്രിയ വ്യത്യാസം വരും. എങ്ങനെ? മറ്റേത് എന്നാണെങ്കിൽ എഫ്തഹ് എന്നുള്ള ഇവിടെ കെസ്റാണ് വരുന്നത്, യദ്രിബു. അതുപോലെ കൽപ്പന ക്രിയ എങ്ങനെ ഇരിക്കും? ഈ അപൂർണ ക്രിയ എന്നാണ് കൽപ്പന ക്രിയ ഉണ്ടാവുക. അപ്പൊ യദ്രിബ്. ഓക്കെ, അപ്പൊ തെറ്റൂല നമുക്ക്. ക്ലിയർ? അപ്പൊ ഫാമിലി അതെല്ലാം അങ്ങനെ തന്നെ. ഇത് നെക്സ്റ്റ് പുതിയ ആൾക്കാരാണ്, പുതിയ ഫാമിലിയാണ് പരിചയപ്പെടുന്നത്. ഖൊറബ യദ്രിബു. അപ്പൊ ഈ പാറ്റേണിൽ വരുന്നതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഏതാണ്? ഖൊറബ യദ്രിബു
നെക്സ്റ്റ് വലമ യദ്രിബു അല്ലെ? മാഷാ അല്ലാഹ്. ഒരു സംശയം ചോദിക്കട്ടെ. ഇതില് വറബ എറിബു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റാക്കും ചില അക്ഷരങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ കസർ വരുന്നത്? അങ്ങനെയാണോ? ഒന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ വെർബുകളുടെ രൂപങ്ങള് ഓരോ പാറ്റേൺ ആണ്, ഓരോ രൂപങ്ങളാണ്, ഓരോ അക്ഷരം. അതിപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് നമുക്ക് അത് കൂടുതൽ നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് കാരണം പറയുന്നില്ല. കാരണം ഇങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പം ഫതഹയിൽപ്പെട്ടതാണ്, ഫതഹ ഫാമിലിയിൽപ്പെട്ട ഫതഹ യഫ്തഹിൽപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു ജമഅ നഫ അങ്ങനെ റഫ അങ്ങനെ പറഞ്ഞില്ലേ, അതെല്ലാം അത്രയും വേർഡ്സുകൾ നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കുക. അടുത്ത ഈ ഗ്രൂപ്പിൽപ്പെട്ടത് ദറബ യദ്രിബു, അല്ലാതെ റോ വന്നത് കൊണ്ടാണോ എന്നുള്ളതല്ല. ഇതിന് ഓരോ അക്ഷരങ്ങൾക്ക് ഒരു തൂക്കം, അങ്ങനെയൊക്കെ ഗ്രാമാറ്റിക്കലായിട്ട് കുറെ കൂടെ നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഇങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക. കാരണം ദറബ യദ്രിബു, അതുപോലെ വലമ യദ്രിബു, ഇതാണ് ഇപ്പോഴത്തെ പാറ്റേൺ. ഇപ്പോഴത്തെ ഫാമിലിയുടെ പ്രത്യേകത ഇതാണ്. ആ വെർബുകളുടെ പ്രത്യേകത എന്താണെന്ന് ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ടീച്ചറെ, ഇതിന്റെ ഉച്ചാരണം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ ടീച്ചറെ? ഏതാണ്? ഈ രണ്ടിന്റെയും ഉച്ചാരണം. ഇത് നാവിന്റെ തുമ്പ്, നമ്മള് ഇത് മൂന്നും നാവിന്റെ തുമ്പിലാണ്. നാവിന്റെ തുമ്പ് മുൻപലിന്റെ താഴെ വരും. ഓക്കെ. ഒക്കെ പറയുന്നത് എങ്ങനെയാണ്? മൂന്ന് പുള്ളിയുള്ള കുത്തുള്ള ദാലൊക്കെ എങ്ങനെയാ പറയാ? നാവിന്റെ മുൻപല്ലിന്റെ താഴേക്ക് നാവിന്റെ തുമ്പ് വരും അല്ലെ, പുറത്തേക്ക് വരും. അതുപോലെ തന്നെയാണ് വാദ്. പക്ഷെ ഇത് ഹെവിയാണ്. നാവൊന്ന് ഉയർത്തി, നാവിന്റെ അങ്ങേറ്റം ഉയർത്തോ. നാവിന്റെ ബാക്ക് ഭാഗം നല്ല ഉയരും. നാവിന്റെ തുമ്പെന്ന മുൻപല്ലിന്റെ താഴേക്ക് വരികയും ചെയ്യും. അല്ലെ? മറ്റത് വാദാണ്. ഏത്? വോലീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ദൊറബ, അത് ഹെവി ലെറ്റർ ആണ്. ഏറ്റവും ഹെവിയാണ് വാദ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നുള്ളൂ ഈ വരുന്നത്. മനസ്സിലായോ? നാവിന്റെ ബാക്ക് ഭാഗം ഉയരുകയും നാവിന്റെ തുമ്പ് മുൻപല്ലിന്റെ താഴെ പുറത്തേക്കൊന്ന് ടച്ച് ചെയ്യും അല്ലെ? ഊൽമുൻ പറഞ്ഞു നോക്കേ. മനസ്സിലായോ? ക്ലിയർ ആണോ? പറഞ്ഞതിൽ പിടികിട്ടിയോ? അതായത് നമ്മളെ ദാലിന് കുത്തുള്ള മൂന്ന് പുള്ളിയുള്ള ഇതൊക്കെ എങ്ങനെയാ ഉച്ചരിക്കുക? നാവ് സോഫ്റ്റ് ആയിട്ട് അല്ലെ, മുൻപല്ലിന്റെ താഴേക്ക് നാവിന്റെ തുമ്പ് ടച്ച് ആവും. പക്ഷെ ഇതും അങ്ങനെ തന്നെയാണെങ്കിലും വാദം തന്നെ ഹെവിയാണ്, ഉയർത്തി നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞ 7 ലെറ്റർ ഹെവിയാണ് നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആ വാദാണ്. അപ്പൊ ഹെവി ആയിട്ട് നാവ് ഉയർത്തി പറയുന്ന അക്ഷരമാണിത്. അപ്പം നാവിന്റെ ബാക്ക് ഭാഗം ഉയരുകയും നാവിന്റെ തുമ്പെന്ന എന്നാൽ എവിടെ വരും? മുൻപല്ലിന്റെ താഴെ പുറത്തേക്ക് കുറച്ചൊന്ന് ടച്ച് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? ഊൽമുൻ, വലമ. ഓക്കെ. വലമ, വലമു, വലംത, വലംതും. ക്ലിയർ ആയോ? ഡൗട്ട് വെച്ച ആൾക്ക് മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി ടീച്ചർ. ഓക്കെ, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്. അപ്പൊ നമ്മുടെ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു അല്ലെ? വറബ ഫാമിലിയാണ്. വറബ യദ്രിബു അതിൽപ്പെട്ടതാണ് വലമ. ഓക്കെ. ഇനി ഒന്ന് ഈ സൂറത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ആർക്ക് പറയാം? ഇതുവരെ പറയാത്ത ഒരാള് ഹാൻഡ് റൈസ് ചെയ്തേ. അവർക്ക് കൊടുത്തേന്ന് ചാൻസ്. സുമരിയ, എല്ലാവർക്കും അൺമ്യൂട്ടാണ് പോലും. നോക്കി പറഞ്ഞാ മതി. കുത്തുവാക്കു പറയുന്ന അവഹേളിക്കുന്നതുമായി. അപ്പൊ നാശം ആർക്കാണ് പറഞ്ഞത്? എല്ലാവർക്കും അല്ലെ? ഏത്? കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ എല്ലാവർക്കും നാശം. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക അല്ലേ? നമ്മൾ ആരെങ്കിലും കളിയാക്കിയ കുത്തുവാക്ക് അവഹേളിച്ച് പറയുന്നതൊക്കെ വളരെ സൂക്ഷിക്കുക. അവർക്കെല്ലാം നാശമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അടുത്തതോ അല്ലദീ. ഈ പറഞ്ഞ ആളെന്നൊന്ന് പറഞ്ഞേ. അല്ലദീ, അവൻ എന്താ ചെയ്യുക? കേൾക്കുന്നില്ലേ സുമരിയ?
അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ എനിക്ക്? അല്ലസി യാതൊരുവൻ ശേഖരിച്ചു ശേഖരിച്ചു മാല സമ്പത്ത് വദ്ദത എണ്ണിക്കണക്കാക്കുകയും കണക്കാക്കുകയും അതിന് എണ്ണി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ടോ അടുത്തത് യഹ്സബു അവൻ കരുതുന്നു അന്നമാലുഹു നിശ്ചയം അവന്റെ സമ്പത്ത് അഖലദഹു അവനെ ശാശ്വതനാക്കിയെന്ന് അവൻ വിചാരിക്കുന്നു അല്ലെ. അവന്റെ സമ്പത്ത് അവനെ നമ്മൾ ഇതൊക്കെ പഠിച്ച വാക്കുകളാണ് അല്ലെ. മാലറിയാം, അന്ന അറിയാം, ജമാ അറിയാം അല്ലെ. ഇതൊക്കെ പരിചയമുള്ള വാക്കുകളാണ് അല്ലെ. അല്ലതി പിന്നെന്താണ് പുതിയ വാക്ക് അപരിചിതമായിട്ടുള്ളത് നമ്മൾ ഒരു പ്രാർത്ഥന പറയാറുണ്ട് അല്ലെ. ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി അവന്റെ സൃഷ്ടിയുടെ എണ്ണം അനുസരിച്ച് അല്ലെ. ഓർമ്മയുണ്ടോ? അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി അവന്റെ നഫ്സിന് മതിയാവോളം തൃപ്തിയാവോളം ഈ പ്രാർത്ഥന പറയാറുണ്ടോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശി അർശിന്റെ ഭാരം അനുസരിച്ച് അല്ലെ. മിദാദ കലിമാത്തിഹി അപ്പൊ അത്രയ്ക്ക് അള്ളാഹിനെ സ്തുതിക്കുന്നതിന്റെ ആ വാക്കുകളുടെ എന്താണ് ആ മനോഹരം അള്ളാഹു തന്നെ പഠിപ്പിച്ച വാക്കുകളാണ് അല്ലെ. എങ്ങനെയാ അള്ളാഹിനെ സ്തുതിക്കേണ്ടതെന്ന്. അപ്പം അള്ളാഹിന്റെ സൃഷ്ടികളുടെ എണ്ണം അനുസരിച്ചുണ്ടോ അതത് ഉണ്ടോ. അതാണ് അതദ എണ്ണിക്കണക്കാക്കി. ക്ലിയർ ആയോ? മാലറിയാം അല്ലെ, ജമാ അറിയാം. ഒന്നുകൂടെ ഒരാളൂടെ അർത്ഥം പറഞ്ഞേ. അടുത്തൊരാള് പറയാത്ത ഒരാളൊന്ന് പറഞ്ഞ അർത്ഥം. എല്ലാരും വരി, ഓടി വരി. ആരുണ്ട്? നാശം. ലീ കുല്ലി കണ്ടോ. കുല്ലിന് അറിയാം അല്ലെ. കുല്ലി ലീ വന്നപ്പോ ലീ കുല്ലിയായി. ലീ ഇക്കിന് വേണ്ടി അപ്പം എല്ലാവർക്കും ലീ കുല്ലി എല്ലാവർക്കും. കുത്തുവാക്ക് പറയുന്ന ലുമസ അവഹേളിക്കുന്നവനുമായ. മാഷാ അല്ലാഹ്. പിന്നെയോ അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്തു അല്ലെ. അദ്ദദഹു അല്ലെ. അപ്പൊ നിർത്തുമ്പോ ആ ഹായ്ക്ക് സുക്കൂൻ കൊടുത്ത് നിർത്തണം അല്ലെ. മുഴക്കത്തോടെ ഹായ ഒരു മുഴക്കത്തോടു കൂടി സുക്കൂൻ കൊടുത്ത് നിർത്തണം. എന്നിട്ടോ അടുത്തത് അവൻ എന്ത് കരുതുന്നു? അവൻ കരുതുന്നു അല്ലെ. അന്നമാലഹു നിശ്ചയം അവന്റെ സമ്പത്ത് അഖ്ലദഹു അവനെ ശാശ്വതനാക്കുമെന്ന് അവനെ ശാശ്വതനാക്കിയെന്ന് അവൻ കരുതുന്നു. അവന്റെ സമ്പത്ത് അവനെ ശാശ്വതനാക്കുന്നു അവൻ വിചാരിക്കുന്നു അല്ലെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ഇനി എന്താണ് അടുത്തത്? ആർക്ക് പറയാം? ഒരാളൂടെ പറഞ്ഞേ. അർത്ഥം തലവായ ഒന്നൂർക്കം. കുത്തുവാക്ക് പറയുന്ന ലുമസ അവഹേളിക്കുന്നവനുമായ. ശേഖരിച്ചു മാല സമ്പത്ത് അതിനെ എണ്ണി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ടോ യഹ്സബു അവൻ കരുതുന്നു അന്നമാലുഹു നിശ്ചയം അവന്റെ സമ്പത്ത് എന്താണ് നമ്മൾ പറഞ്ഞേ? ശാശ്വതനാക്കി. നമ്മൾ പറഞ്ഞ ഹുലൂദ് അല്ലെ. അഖ്ലാദ് എന്നുള്ള പാട് എന്താണ്? ശാശ്വതൻ അല്ലെ. ശാശ്വതനാക്കി അവനെ ശാശ്വതനാക്കി എന്ന സമ്പത്ത് അവനെ ശാശ്വതനാക്കി എന്നവൻ വിചാരിക്കുന്നു അല്ലെ. അവിടെ നമ്മൾ പഠിച്ചതാണ് അഷ്ഹദു അല്ലാ ഇലാഹ. ഉണ്ടോ? അൻ ല അതാണ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പോലെ അഷ്ഹദു അന്ന എന്ന് അല്ലെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്താണ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലെ. മാഷാ അല്ലാഹ്. അതാണ് അന്നയും അന്നും തമ്മിലുള്ളത് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി എന്താണ് നമ്മളിപ്പോ ഈ പഠിച്ച സൂറയിലൂടെ നമ്മൾ അൽഹംദുലില്ലാഹ് 33,365 വേർഡ്സ് പഠിച്ചു. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ ആകെ 77,500 വാക്കുകളാണുള്ളത്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. 77,500 വാക്കിൽ നമ്മൾ ഇത്രയും യൂണിറ്റ് ആയപ്പോൾ 33,365 വാക്ക് പഠിച്ചു. ശരി, നമുക്കിനി പഠിച്ച വാക്കുകൾ എത്ര വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഈ ആയത്തിൽ നോക്കാം. നോക്കാം. റെഡിയാണോ എല്ലാരും? യെസ്. ബിസ്മില്ലാഹ്. വഇദാ ഖീല ലഹും, വഇദാ വ അറിയാലേ, ആൻഡ് ആണെന്നറിയാം. ഇദാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആയാൽ അല്ലെ, ആയാൽ അല്ലെ, വരും സന്ദർഭം അല്ലെ. കഴിഞ്ഞതിനാണ് ഇസ് എന്ന് പറയും. ഇനി വരാൻ പോകുന്നത് ഇദാ അല്ലെ, വരുന്ന സന്ദർഭം. ഇദാ ഖീല ലഹും, അവരോട് പറഞ്ഞ സന്ദർഭം. ഇദാ ഖീല ലഹും, ലഹും എന്താ അർത്ഥം? അവരോടല്ലേ, അവർക്കല്ലേ. ലഹും. ഓക്കെ. ആമിനു ബിമാ, ബിയും മായും അല്ലെ. ബിമാച്ച് എന്തുകൊണ്ട് എന്നല്ലേ. ബിമാ, മാ എന്താണോ അത്, ബി കൊണ്ട്. അൻസലല്ലാഹു, അള്ളാഹു അറിയാലേ, വാക്കറിയാം. പിന്നെയും വന്നു ബിമാ ഉൻസില, എന്താണോ അല്ലെങ്കിൽ ഏതൊന്നാണോ ഉൻസില, അൻസല ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടത്. അലൈന, അലൈന എങ്ങനെ വന്നു? ആർക്ക് പറയാം? അലൈഹിം, അലൈഹിം, അലൈക, അലൈക്കും, അലയ്യ, അലൈന. എന്താ? നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ മേൽ അല്ലെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മേൽ അല്ലേ. അലൈന, നമ്മുടെ മേൽ അല്ലെ. അസ്സലാമു അലൈക്കും അല്ലെ, നിങ്ങളുടെ മേൽ എന്നല്ലേ. അലൈന, നമ്മുടെ മേൽ. വയക്ഫുറൂന ബിമാ, നമുക്ക് കഫറു പഠിച്ചിട്ടുണ്ടല്ലേ, യക്ഫുറൂന. അത് സാറ് കൊടുത്തിട്ടില്ല, കഫറ കൊടുത്തിട്ടില്ല. ബിമാ, ബിമാ അറിയാം. വറാഅഹു വഹുവൽ ഹഖ്, എന്താണ് വഹുവ? ഹുവ എന്താണ്? ഹക്ക് എന്താണ് അർത്ഥം? യാഥാർത്ഥ്യം, സത്യം അല്ലെ, അവകാശം. ഹക്ക് യാഥാർത്ഥ്യം. യാതൊന്നിന് അല്ലെ. ലിമ മഅഹും, എന്താ മഅഹും അർത്ഥം? അവരോടൊപ്പം അല്ലെ. എങ്ങനെ കിട്ടി മഅഹും? മഅഹും മഈ മഅനാ മഅഹാ അല്ലെ. മാഷാ അല്ലാഹ്. ഓക്കെ. ഖുൽ എന്താ അർത്ഥം? ഖുൽ പറയുക, നീ പറയുക, നീ പറയുക, നീ പറയുക. അംബിയാ അല്ലാഹി, എന്താ പറയാ നമുക്ക്? അള്ളാഹുവിന്റെ അംബിയാക്കൾ അല്ലെ, നബിമാർ. നബിയുടെ ബഹുവചനമാണ് അംബിയ അല്ലെ. നബിയുനാണ് അംബിയ എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിന്റെ അംബിയാക്കന്മാർ അല്ലെ. മിൻ എന്താണ്? മിൻ അല്ലെ, നിന്ന്. ഇൻ കുന്തും മുഅ്മിനീൻ, എങ്കിൽ അല്ലേ. ഇൻ കുന്തും മുഅ്മിനീൻ, എന്താണ്? മുഅ്മിനൂൻ അല്ലെങ്കിൽ മുഅ്മിനീൻ അല്ലെ. മുഅ്മിന്റെ ബഹുവചനമാണ് മുഅ്മിനീൻ അല്ലെങ്കിൽ സത്യവിശ്വാസികളാണെങ്കിൽ അല്ലെ. ഇൻ കുന്തും മുഅ്മിനീൻ, അപ്പൊ നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ. നമ്മൾ പഠിച്ച വാക്കുകളുണ്ടോ പച്ച കളറിൽ വരുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പരിചയമായ വാക്കുകളാണ്. ഓക്കെ. ഇനി ജാഅക്കും, എന്താ അർത്ഥം? ജാഅക്കും, നിങ്ങൾക്ക് വന്നു അല്ലെ. ജാഅക്കും മൂസ നബി അറിയാം. സുമ്മ എന്താണ്? ബിൽ ബയ്യിനാത്തി, നിങ്ങൾക്ക് പറയാൻ പറ്റും. ബിൽ ബയ്യിനാത്തി, ബി കൊണ്ട് അല്ലെ. ബിൽ ബയ്യിനാത്തി, ദൃഷ്ടാന്തവും കൊണ്ട്. സുമ്മ പിന്നീട്, പിന്നെന്താണ്? മിൻ ബഅദിഹി, നിന്ന് അല്ലെ. നിങ്ങൾ അല്ലെ. നിങ്ങളും. വാലിമൂൻ, കണ്ടോ നമ്മളിപ്പോ പഠിച്ചല്ലേ. വലമ വാലിമൂൻ, എന്ത് മനസ്സിലാക്കി? അക്രമകാരികൾ അല്ലെ. വാലിമൂൻ. വഇദ് കഴിഞ്ഞ സന്ദർഭം അല്ലെ. എങ്ങനെ കിട്ടി? എന്ന് പറഞ്ഞേ. അപ്പൊ എന്താ അർത്ഥം പറഞ്ഞേ?
നാം ഉയർത്തി. അള്ളാഹു ആയതുകൊണ്ട് നാം ഉയർത്തി. തൂർ എന്ന് പറഞ്ഞാൽ തൂർ പർവ്വതം. എന്താണോ എന്താർത്ഥം? അവരുടെ ഹൃദയങ്ങളല്ലേ, എന്താർത്ഥം? നീ പറയൂ. നീ പറയുക, നീ പറയുക. സമായി മുറുക്കും അവനെ കൊണ്ട് അവനെ കൊണ്ടല്ലേ. ബിഹി ഈമാനുക്കും ഇൻ കുന്തും മുഅ്മിനീൻ. ബിഹി അതിനെ കൊണ്ടൊന്നും വരും കേട്ടോ. ബിഹി അവനെ കൊണ്ടൊന്നും അതിനെ കൊണ്ടും വരും. ഈമാനുക്കും നിങ്ങളുടെ ഈമാൻ വിശ്വാസം എന്താണ്? നിങ്ങൾ സത്യവിശ്വാസികളായിരുന്നു. ഇത്രയും ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായല്ലേ? അൽഹംദുലില്ലാഹ്. നോക്കിയാ നിങ്ങൾ ഇതുപോലെ അര പേജ് എന്നും നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി തന്നെ പോണം. എത്ര വാക്ക് എനിക്ക് അറിയാമെന്ന് നിങ്ങൾ നോക്കി തന്നെ പോണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? മാഷാ അല്ലാഹ്. അപ്പം പുതിയ വെർബ് മനസ്സിലായല്ലോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ പുതിയ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് വറബ, യദ്രിബു, വലമ, യദ്രിമു. ഓക്കെ, വറബ യദ്രിബു. വറബ അടിച്ചു അല്ലെ? വറബ യദ്രിബു. ഈ വാക്കുകൾ അർത്ഥം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം, ഇന്ന് തന്നെ നോട്ട് എഴുതണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പഴയ വേർബ്സും അതിന്റെ പാറ്റേണും ഒക്കെ എല്ലാവർക്കും ഓർമ്മ കാണും. എല്ലാവർക്കും തറവായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആണോ? എല്ലാരും മറുപടി പറയുന്നുണ്ടോ ഷബാന? എത്രയുണ്ട്? 152 വരും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആവുക. ഇന്ന് തൊട്ട് ഇന്നത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ഒക്കെ നോട്ട്സ് അതെല്ലാം എഴുതി കൃത്യമായിട്ടും എല്ലാരെ കൊണ്ടും പ്രാക്ടീസ് ചെയ്ത് പോവാ ഇൻഷാ അല്ലാഹ്. ഇന്ന് തന്നെ കൊടുക്കുക കേട്ടോ. ലീഡേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഗ്രൂപ്പ് തന്നെയല്ലേ അല്ലെ? സബ് ഗ്രൂപ്പെല്ലാം മാറ്റൊന്നുമില്ലല്ലോ? അങ്ങനെ തന്നെ നിലനിർത്തിക്കോളട്ടെ. അത് തന്നെ അവരെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതേ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പരീക്ഷ എഴുതിയവരെ എത്രയെന്ന് അറിയാനായിട്ടാണ് പുതിയ ഗ്രൂപ്പ് ആക്കി 44 and 46 ഒരുമിച്ച് ആക്കിയിട്ടുള്ളത്. ഇനി ബുധനാഴ്ച ആയിരിക്കും, എല്ലാ ബുധനാഴ്ചയും ഒറ്റ ക്ലാസ് തന്നെ ഉണ്ടാകുക. മറ്റേത് ചൊവ്വാഴ്ച ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പൊ അതിന് കുറച്ച് കുട്ടികളാണ്. അപ്പം അതും 2 ദിവസമായിട്ട് ഒരേ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഒറ്റ ദിവസമൊക്കെ ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയാണ് 44 46 ക്ലാസ് നടക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ഈ പഠിച്ച സൂറത്തിന്റെ ആയത്തുകളൊക്കെ കറക്റ്റ് ആയ എല്ലാവർക്കും? അർത്ഥം നോക്കാതെ ആർക്ക് പറയാൻ പറ്റും? ഒന്നുകൂടെ പറഞ്ഞിട്ട് പോവാം, നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും പറയുവാണോ? എല്ലാരും പറഞ്ഞോളൂ. വയലുൻ നാശം, ലികുല്ലി എല്ലാവർക്കും, ഹുമസ കുത്തുവാക്ക് പറയുന്നു, ലുമസ അവഹേളിക്കുന്നവനുമായ, അല്ലദി യാതൊരുവൻ, ജമാ ശേഖരിച്ചു, മാലുൻ സമ്പത്ത്, വഅദ്ദദ അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നു, യഹ്സബു അവൻ കരുതുന്നു, അന്ന മാലുഹു നിശ്ചയം അവന്റെ സമ്പത്ത്, അഖ്ലദ അവനെ ശാശ്വതനാക്കിയെന്ന്. മാഷാഅല്ലാ, മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ നിങ്ങൾ പാരായണം ചെയ്യുമ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വഅദ്ദദ, മുഴക്കത്തോടെ വഅദ്ദദ. അതുപോലെ അഖ്ലദ നിർത്തുമ്പോ കേട്ടോ, നിർത്തുമ്പോ ആ ഹായ്ക്ക് സുക്കൂൻ കൊടുത്ത് മുഴക്കത്തോടെ നിർത്തണം. അത് ഇതിലെ നിയമമാണ്, പ്രധാനപ്പെട്ട നിയമമാണ്, ശ്രദ്ധിക്കണം. പിന്നെ അന്നമാലഹു, അന്നമാലഹു അഖ്ലദ കണ്ടോ? മാലഹു അവിടെ ഒരു വാവ് ഉണ്ടോ? ഒരു കുഞ്ഞു വാവ് ഉണ്ടോ? അത് സിലത്തു
കുബ്രയാണ്. സിലത്ത് കുബ്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുഞ്ഞു വാവ് വരുമ്പോ അതിനെ നീട്ടാനായിട്ട് ഗൊമ്മിനെ നീട്ടാനായിട്ട് ഒരു കുഞ്ഞു വാവ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഹായുടെ ഗൊമ്മിനെ നീട്ടാനായിട്ട്. അപ്പം ആ കുഞ്ഞു വാവിനെ അതിന്റെ തൊട്ട് മുകളില് വലിയൊരു ചിഹ്നം അതിന്റെ ഒരു ചെറിയൊരു രൂപം കൊടുത്തിട്ടുണ്ട്. എന്താണ്? അധികമായിട്ട് നീട്ടാണ്. മാല ഹൂ മദ് സിലത്ത് കുബ്രയാണ്. സിലത്ത് കുബ്ര എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, വലിപ്പമുള്ള. അപ്പം ചിലതിന് അങ്ങനെ കൊടുത്തു കാണൂല. ഇപ്പുറത്ത് നോക്കിയേ, വാദഹു അവിടെ എന്താ? രണ്ടെണ്ണം നീട്ടി. അവിടെ സിലത്ത് സുഹറയാണ്. അത് ഇവിടെ കുബ്രയാണ്. കണ്ടോ? കുബ്ര വന്നത് എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത് ഹംസ് വന്നതുകൊണ്ടാണ്. ആ വാവിന് ശേഷം ഇപ്പുറത്ത് എന്ത് വന്നു? ആ ഹംസ് അല്ലെ? മാലഹു. ആ ഹായ്ക്ക് ശേഷം വാവിന് കുബ്ര ചിഹ്നം വന്നത് എന്തുകൊണ്ടാണ്? തൊട്ടടുത്ത് ഹംസ് വന്നതുകൊണ്ടാണ്. ഓക്കെ, ഹംസ് ആണ് എവിടെയും പ്രധാനം കേട്ടോ. നമ്മൾ പഠിച്ചല്ലേ? നമ്മൾ കുറച്ച് ദിവസമെങ്കിലും തജ്വീദ് മാഷാ അല്ലാഹ് പഠിച്ചവർക്ക് അത് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അഹ്ലദ ആ വന്നതിന് ഹംസ് വന്നതുകൊണ്ട് തൊട്ട് മുന്നേ എന്തായി? സിലത്തു കുബ്രയായി. നീട്ടണം. മാലഹു അഹ്ലദ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ച് 4 നീട്ടണ്ടേ? 4 നീട്ടാൻ. ഇവിടെ മറ്റേത് ഇവിടെ അദ്ദദഹു അവിടെ ചെറിയ അളവാണ്. ഇവിടെ 4 6 നീട്ടി കൊണ്ടുപോകണം. മാഷാ അല്ലാഹ്. സുഹറയും കുബ്ര വന്നാലും നമ്മൾ നിർത്തുമ്പം സുക്കൂനിട്ട് തന്നെ നിർത്തണം അല്ലെ? നിർത്തുമ്പോ നിർത്തുകയാണെങ്കിൽ സുക്കൂനിട്ട് നിർത്തുക. ബട്ട് നീട്ടുമ്പോ ആ നീട്ടേണ്ട വിധം തന്നെ നീട്ടണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അതിന്റെ പേര് നമ്മുടെ ക്ലാസ് ടൈം തീരാറായി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استعثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഹസീന മാം, നമുക്ക് ഇവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിങ്ങൾക്ക്? നമുക്കിത് മീറ്റിംഗ് എൻഡ് ചെയ്തോളെ, വേണമെങ്കിൽ സംസാരിക്കാം. അല്ല, നമുക്ക് സംസാരിക്കണ്ടെങ്കിൽ നസീറാനെ വിളിക്കാം, അല്ലെങ്കിൽ സുമറിയാന്റെ അടുത്ത് ലെഫ്റ്റ് ആകാൻ പറയാം. നിങ്ങൾക്ക് സംസാരിക്കണോ? നസീറാനെ വിളിക്കട്ടെ? ഓക്കെ, നമുക്ക് എന്തായാലും ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നസീറാനെ വിളിക്കണം. അല്ല സുമറിയ ലെഫ്റ്റ് ആയ മീറ്റിംഗ് ഡിസ്മിസ് ആവും. അല്ല, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ട് ലെഫ്റ്റ് ആവും അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾക്ക് സംസാരിക്കണോ? റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ കുഴപ്പമില്ല. അല്ല, ഗ്രൂപ്പിൽ ചോദിക്കാമായിരുന്നു. അപ്പൊ നമുക്ക് നസീറ ഇല്ലാതെ തന്നെ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആയിക്കോളെ. അപ്പൊ സുമറിയ ലെഫ്റ്റ് ആയിക്കോളൂ. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാമിന്റെ അടുത്ത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. ആമീൻ. സുമറിയ ലെഫ്റ്റ് ആയിക്കോളൂ.